ഹലോ, നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ കഥ പറയാം. കൺഫ്യൂഷനായതാണ്, സോറി. അപ്പോൾ പത്രമാറ്റിലെ കഥയിൽ നമ്മളുടെ ആദർശും നയനയും കൂടെ നന്ദുവിനോട് സംസാരിച്ച് പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. അപ്പോൾ വേണുവിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ആ നെക്ലസിൻ്റെ പേരിൽ. അപ്പോൾ അതിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ പറയും, ഇനിയിപ്പോൾ എന്തായാലും അവർ തനി ഫ്രോഡുകളാണെന്ന് മനസ്സിലായില്ലേ, എന്തൊക്കെ നുണകളാണ് അയാൾ പറഞ്ഞതെന്നറിയോ, എന്നിട്ടാണ് അയാളുടെ മകളെ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ ഇനിയിപ്പോൾ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അനിയുടെ തലയിലെഴുത്ത്. ഇതിപ്പോൾ എന്തായാലും ഇനി അധിക നാളൊന്നും മുന്നോട്ട് പോകണ ലക്ഷണം കാണാനില്ല. അയാൾ കുറേ സ്വർണം കൊടുത്തിട്ടാണ് അവളെ അങ്ങോട്ട് കല്യാണം കഴിച്ചിരിക്കുന്നത്. ആ സ്വർണം മുഴുവനും ഇപ്പോൾ പലിശക്കാർക്ക് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് അവനെ എവിടെ ചോദിക്കുകയാണ് വേണു. അപ്പോൾ പറയും, അവിടെ സെല്ലിലൊന്നും ആക്കിയിട്ടില്ല, പുറത്തിരിക്കുകയാണ് അറിയും. എന്നാൽ ഞാനൊന്ന് പോയി കണ്ടിട്ട് വരാം എന്ന് പറയാണ്. ശരി എന്ന് പറയണ്ടേ. എന്നിട്ട് അങ്ങനെ പോയി കാണാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവിടെ അങ്ങനെ ഇരിക്കുക. അപ്പോൾ പറയും, പിന്നെ മോനെ ആദർശേ, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല മോനെ, അത് എന്താ അങ്ങനെ സംഭവിച്ചു എന്ന് അറിയില്ല എന്നൊക്കെ പറയും. ഇപ്പോൾ നോണ പറയണ്ട, നിങ്ങൾ ചെയ്തതിൽ എല്ലാ കൊള്ളരുതായ്മകളും ഞങ്ങൾക്കറിയാം. നിങ്ങൾ ഈ എല്ലാത്ത നോണകളും പറഞ്ഞിട്ടല്ലേ നിങ്ങളെ മകളെ ആനന്ദപുരിക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ പറയും. ഇല്ല മോനെ, എനിക്ക് കാശിന് കുറച്ച് ടൈറ്റായി എന്നുള്ളത് സത്യമാണ്, പക്ഷേ ഞങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല അറിയും. അപ്പോൾ ഒരു തെറ്റും ചെയ്യാനാണ് ഇപ്പോൾ നെക്ലസ് ആ പലിശക്കാരൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയത് പറയും. അപ്പോൾ അത് പിന്നെ എന്ന് പറഞ്ഞ വീട്ടിലെ പറയും, നിങ്ങളൊന്നും പറയണ്ട, നിങ്ങൾ വലിയൊരു നുണയനാണ്, വലിയൊരു നുണ പറഞ്ഞിട്ടാണ് ആനന്ദപുരിക്ക് നിങ്ങളെ മകളെ പറഞ്ഞയച്ചത്. എന്ത് പറയാം, എൻ്റെ മോൻ്റെ ജീവിതം എൻ്റെ അനിയൻ്റെ ജീവിതം അതോടുകൂടി നശിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്നെ വിടാൻ പറയും മോനെ അറിയുമ്പോൾ. എന്തിനു വിടണം, നിങ്ങളിവിടെ കിടക്കുക, നിങ്ങൾക്ക് ഇനിയുണ്ട് നിങ്ങളെ പേർക്കുള്ള കുറ്റങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ആദർശം നയനയും കൂടെ പറയാണ്. അപ്പോൾ അറിയും, പിന്നെ ഞങ്ങളിനി ഒന്നിനും വരുന്നില്ല എന്നൊക്കെ പറയും. അപ്പോൾ പറയും, നിങ്ങളുടെ മകൾ വലിയ തെറ്റ് ചെയ്തിട്ടും കൂടി നിങ്ങൾ അതിന് സപ്പോർട്ട് ചെയ്യല്ലേ ചെയ്തത്. അപ്പോൾ എടുത്ത വഴിക്ക് നന്ദുവിൻ്റെ പിന്നാലെ നടക്കുന്ന കാര്യമാണ് നിങ്ങൾ എടുത്ത വഴിക്ക് പറയുന്നത്. നിങ്ങൾ അതല്ല ചെയ്യേണ്ടത്, നിങ്ങളെ മകളെ ആദ്യം തിരുത്താൻ നോക്ക്. എന്തായാലും അവൻ്റെ കൂടെ ഇനി ജീവിക്കണമെന്ന് ഞങ്ങൾ നിർബന്ധിക്കില്ല, അവനെങ്ങനെ രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് ഞങ്ങൾ ചിന്തിക്കുള്ളൂ. അത് നിങ്ങളെ മകളെ പറഞ്ഞ് തിരുത്ത്, എന്നാൽ അവൾക്കൊരു ജീവിതം ഉണ്ടാവും. അല്ലാതെ വീട്ടിൽ അവിടെ പ്രശ്നം ഉണ്ടാക്കി അവിടെ പാർട്ടീഷനും കഴിച്ച് വേറെ പോകാന്നുള്ള ചിന്തയൊന്നും നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ പറയുകയാണ് വേണുവിൻ്റെ അടുത്ത്. വേണുവിനൊന്നും പ്രത്യേകിച്ച് പറയാൻ നിവർത്തിയില്ല. അങ്ങനെ തിരിച്ച് നന്ദുവിൻ്റെ അടുത്ത് തന്നെ വരുമ്പോൾ നന്ദുവിനോട് പറയും, പിന്നെ എന്താ